ഹായ് മക്കളെ. അപ്പോഴെല്ലാ മക്കൾക്കും അമ്മയുടെ പുതിയ വന്നിട്ട് സ്വാഗതം. അപ്പോഴും ഞാൻ രാവിലെ ഒന്നും കാപ്പി ഉണ്ടാക്കില്ല. പേർത്തൊക്കെ കഴിച്ചായിരുന്നു, മാങ്ങ ജ്യൂസ് വെച്ച് കഴിച്ചായിരുന്നു. അപ്പോഴും നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ അമ്മ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാല, മുളക് പൊടി, കാശ്മീരി ചില്ലി എല്ലാം ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ളത് പച്ചമുളക്, വെളുത്തുള്ളി, ക്യാരറ്റ്, സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക ഇതെല്ലാം വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചില്ലി ചിക്കന് വേണ്ടി സ്ക്വയറായിട്ടുണ്ടോ സവാള നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് 2 പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി. പിന്നെ ഇത് ഗരം മസാല മസാലപ്പൊടി ഉപയോഗിക്കുന്നില്ല. അപ്പം അതിനകത്ത് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ ജാതിക്ക, പട്ട, ഗ്രാമ്പു, പെരുംജീരകതെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ടൊമാറ്റോ സോസുണ്ട്, സോയാ സോസുണ്ട്, പിന്നെ നമ്മൾ റൈസിന് വേണ്ടിയുള്ള നെയ്യുണ്ട്. അപ്പോൾ അതുപോലെ ക്യാപ്സിക്കം നമ്മൾ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഫ്രൈഡ് റൈസിൻ്റെ ചോറ് ഉപ്പും പെരുംജീരകവും ഒക്കെ ഇട്ട് നമ്മൾ സൂപ്പറായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ആദ്യം ചില്ലി ചിക്കൻ വറുത്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് 3 പീസുണ്ട്, വലിയ പീസുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇത് വറുക്കട്ടെ. ഇതിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് ഒരു അപ്പോൾ നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ചിക്കൻ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനകത്ത് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാളയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലുണ്ട്, പെരുംജീരകമുണ്ട്, പിന്നെ സോയാ സോസുണ്ട്, ടൊമാറ്റോ സോസുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനകത്ത് പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ വെച്ചിട്ട് നമുക്ക് ഓരോ ചിക്കൻ വെച്ച് മസാല വെച്ച് വെച്ചേക്കുന്നത് നല്ലോണം നമുക്കങ്ങോട്ട് ഇട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതൊന്ന് വറുക്കട്ടെ. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ അതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് നമുക്ക് താളിച്ചെടുക്കാം. നമ്മൾ കുറച്ച് നെയ്യും കൂടെ അങ്ങോട്ട് ചോറിനകത്തോട്ട് ആദ്യം വെളിച്ചെണ്ണ ഉണ്ടേ അത് കുറച്ച് നെയ്യ് ഒഴിക്കുക. ഇതെല്ലാം നമ്മൾ എണ്ണയിൽ പൊരിച്ച് വെച്ചേക്കുന്നതല്ലേ. അപ്പം നമുക്ക് അത് നമ്മുടെ ചോറ് അപ്പോൾ ഇച്ചിരി നെയ്യും കൂടെ കൊണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടേ. ഇതെന്താ ചോറാണ്, ഇത് നമ്മൾ വേവിക്കേണ്ടതൊന്നുമില്ലല്ലോ. അത് മിക്സ് ചെയ്യാൻ പോവുക ഫ്രൈഡ് റൈസായിട്ട്. നമുക്ക് ആദ്യം ചോറ് എന്നിട്ട് ആ ചോറ് നമുക്ക് ആദ്യം നെയ്യ് എണ്ണയൊക്കെ ഒഴിച്ചില്ലേ. ഉപ്പെല്ലാം കറക്റ്റാണ് കേട്ടോ, കറക്റ്റ് ഉപ്പാണ്, കറക്റ്റ് വേവുമാണ്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ആദ്യം ഇട്ട് കൊടുക്കാം. കണ്ടോ. പിന്നെ നമ്മളെ ക്യാരറ്റ് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഫ്രൈ ചെയ്തത് അതും ഇട്ട് കൊടുത്ത് നമ്മുടെ വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കും. നമുക്കതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതെല്ലാം നല്ലോണം കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം. കുറച്ച് നെയ്യ് നമ്മൾ ചോറ്റിന് ആവശ്യമായ നെയ്യും കൂടെ ഒഴിച്ച് ഫ്രൈഡ് റൈസിന് ഇച്ചിരി നെയ്യൊക്കെ വേണമെങ്കിൽ ടേസ്റ്റുള്ളൂ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. എന്താ നല്ല വൃത്തിയായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. എല്ലാം ഇട്ടിട്ടുണ്ടേ. നമുക്കത് ചെറിയ തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറ്റണം. കണ്ടോ. ഫ്രൈഡ് റൈസിനെല്ലാം മിക്സ് ചെയ്തത്. പിന്നെ നമുക്കിത് ചെറിയ രീതിയിൽ കണ്ടോ ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റണം. സൂപ്പർ ടേസ്റ്റി ചില്ലി ചിക്കൻ. അപ്പോൾ നമ്മളെ ആ ചിക്കൻ വെന്തതിനകത്ത് അമ്മ ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസും 2 ടീസ്പൂൺ കോൺഫ്ലവറും പിന്നെ ക്യാപ്സിക്കവും സവാളയും നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ അതും കൂടെ ചേർത്തതാണ്ടേ. കണ്ടോ നമ്മളെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തനുസരിച്ച് നമുക്ക് പിന്നെ കോൺഫ്ലവർ ചേർക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പെരട്ടിയാണ് എടുക്കുന്നത്. കണ്ടോ. അപ്പം സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യാനുള്ളത് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണാകത്ത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറ്,
ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, സാലഡ്, അതാണ്ട് നമ്മുടെ ഫ്രൈ. അപ്പോഴും ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ മക്കളും ഓടിപ്പോൾ ഞാൻ വരെ കഴിച്ചു. അപ്പോൾ നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ചിക്കൻ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനകത്ത് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാളയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലുണ്ട്, പെരുംജീരകമുണ്ട്, പിന്നെ സോയാ സോസുണ്ട്, ടൊമാറ്റോ സോസുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനകത്ത് പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ വെച്ചിട്ട് നമുക്ക് ഓരോ ചിക്കൻ വെച്ച് മസാല വെച്ച് വെച്ചേക്കുന്നത് നല്ലോണം നമുക്കങ്ങോട്ട് ഇട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതൊന്ന് വറുക്കട്ടെ. അപ്പോൾ നമ്മൾ താണ്ടെ പീസുകളെല്ലാം ഇടുക. നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. കുറേശ്ശെ ഇടാനേ പറ്റത്തുള്ളേ. അപ്പോൾ 2 ട്രിപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി ഇടുക കേട്ടോ. 1 സ്പൂൺ എടുക്കാറുള്ളൂ. നമുക്ക് അത്ര എരി മതി. പിന്നെ നമ്മൾ അതിലോട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ സോസ്. അത് നമ്മൾ ആദ്യം 1 സ്പൂൺ ചേർക്കും. ഇത് നമ്മൾ ടൊമാറ്റോ സോസ് ആദ്യത്തിനനുസരിച്ച് ചേർക്കാൻ മതി. പിന്നെ സോയാ സോസ് ഇതിന് പോലെ അടക്കും. കണ്ടോ, സോയാ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നുള്ള് കളർ, ഒരു സ്വല്പം കളർ വേണമെന്ന് ചേർത്തത് ഓപ്ഷനിലാണ്. എന്നാൽ ഞാൻ ഒരു തുള്ളി ചേർക്കുന്നുണ്ട്. കണ്ടാ, ഇത് നമ്മളിതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുവാണ്. ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ നല്ലോണം നമുക്ക് പെരക്കണം. നല്ലോണം പെരത്തിയതിന് ശേഷം ഈ പെരട്ടിൽ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ടേ. നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് വേവാൻ വേണ്ടി 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചില്ലി ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. വെന്ത് നല്ല കുറുകിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത് നമ്മൾ സവാള ഉണ്ടല്ലോ, സ്ക്വയറാക്കി വെച്ച്, അതാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ സവാള ചേർത്ത്, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം സ്ക്വയറാക്കി വെച്ചേക്കുന്നത് അതും ചേർത്ത് ഇത് നമ്മളൊന്ന് ഇളക്കും. നല്ലോണം ഇത് രണ്ടും കൂടെ ഒന്ന് ഈ അരപ്പിതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ, അതുകൊണ്ട് നല്ലോണം ഇളക്കി. ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ സോസ് നമ്മൾ 1 സ്പൂണേ ആദ്യം ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒഴിക്കും. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഞാൻ ഇച്ചിരി മധുരത്തിന് വേണ്ടി ഒരു 2 സ്പൂൺ കൂടെ ഒഴിച്ചിട്ടുണ്ട് ടൊമാറ്റോ സോസ്. എന്നിട്ട് നമ്മൾ നല്ലോണം അങ്ങോട്ടൊന്ന് ഇളക്കും. നല്ല വൃത്തിയായിട്ട് നമ്മളത് ഇളക്കും. ഉണ്ടോ, ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം അങ്ങോട്ടൊന്ന് ഇളക്കും. ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ടൊമാറ്റോ സോസ് ചേർക്കാം. ഞാനിപ്പോൾ നോക്കട്ടെ, എനിക്കുള്ള മധുരത്തിനുള്ള ടേസ്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ 2 സ്പൂൺ കോൺഫ്ലവർ ഉണ്ടോ അത് എടുത്തിട്ടുണ്ട്. ഇച്ചിരി കട്ട് ചെയ്ത് സ്വല്പം വെള്ളം ഒഴിക്കും. കണ്ടോ, 2 സ്പൂൺ കോൺഫ്ലവറാണ് ഒഴിച്ച് വെക്കുന്നത്. കട്ടിക്കനുസരിച്ച് ലൂസ് വേണ്ടവർക്ക് ലൂസായിട്ട് എടുക്കാം. കട്ടിക്കനുസരിച്ച് കോൺഫ്ലവർ ഒരുപാട് കൂടുതൽ കട്ടിയായി. നമ്മുടെ കട്ടിക്കനുസരിച്ചുള്ളത് ഞാനിപ്പോൾ 2 സ്പൂണാണ് എടുത്തേക്കുന്നത്. ചെറിയ സ്പൂണിലാണ് 2 സ്പൂൺ എടുത്തേക്കുന്നത്. കണ്ടോ, അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് 5 മിനിറ്റ് ചെറിയ രീതിയിൽ അത് കഴിയുമ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ചില്ലി ചിക്കൻ. അപ്പോൾ നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ചിക്കൻ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനകത്ത് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാളയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലുണ്ട്, പെരുംജീരകമുണ്ട്, പിന്നെ സോയാ സോസുണ്ട്, ടൊമാറ്റോ സോസുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനകത്ത് പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ വെച്ചിട്ട് നമുക്ക് ഓരോ ചിക്കൻ വെച്ച് മസാല വെച്ച് വെച്ചേക്കുന്നത് നല്ലോണം നമുക്കങ്ങോട്ട് ഇട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം.
അപ്പോൾ അതൊന്ന് വറുക്കട്ടെ. അപ്പോൾ നമ്മൾ താണ്ടെ പീസുകളെല്ലാം ഇടുക. നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. കുറേശ്ശെ ഇടാനേ പറ്റത്തുള്ളേ. അപ്പോൾ 2 ട്രിപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളവിടെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി ഇടുക കേട്ടോ. 1 സ്പൂണേ എടുക്കാറുള്ളൂ. നമുക്ക് അത്ര എരി മതി. പിന്നെ നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് പറഞ്ഞാൽ ടൊമാറ്റോ സോസ്. അത് നമ്മൾ ആദ്യം 1 സ്പൂൺ ചേർക്കും. ഇത് നമ്മൾ ടൊമാറ്റോ സോസ് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാൻ മതി. പിന്നെ സോയാ സോസ് ഇതിന് ഒരടക്കും കണ്ടോ. സോയാ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നുള്ള് കളർ, ഒരു സ്വല്പം കളർ വേണമെന്ന് ചേർക്കുന്നത് ഓപ്ഷനിലാണ്. എന്നാൽ ഞാൻ ഒരു തുള്ളി ചേർക്കുന്നുണ്ട്. കണ്ടാ. ഇത് നമ്മളിതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുവാണേ. ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ നല്ലോണം നമുക്ക് പെരക്കണം. നല്ലോണം പെരത്തിയതിന് ശേഷം അത് ഈ പെരട്ടിൽ അത് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ടേ. നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് വേവാൻ വേണ്ടി 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചില്ലി ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് നല്ല കുറുകിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത് നമ്മൾ സവാള ഉണ്ടല്ലോ, സ്ക്വയറാക്കി വെച്ച, അതാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ സവാള ചേർത്ത്, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം സ്ക്വയറാക്കി വെച്ചേക്കുന്നത് അതും ചേർത്ത് ഇത് നമ്മളൊന്ന് ഇളക്കും. നല്ലോണം ഇത് രണ്ടും കൂടെ ഒന്ന് ഈ അരപ്പ് ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. അത് നല്ലോണം ഇളക്കി. ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ സോസ് നമ്മൾ 1 സ്പൂണേ ആദ്യം ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഒഴിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒഴിക്കും. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഞാൻ ഇച്ചിരി മധുരത്തിന് വേണ്ടി ഒരു 2 സ്പൂൺ കൂടെ ഒഴിച്ചിട്ടുണ്ട് ടൊമാറ്റോ സോസ്. എന്നിട്ട് നമ്മൾ നല്ലോണം അങ്ങോട്ടൊന്ന് ഇളക്കും. നല്ല വൃത്തിയായിട്ട് നമ്മളത് ഇളക്കും. ഉണ്ടോ, ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം അങ്ങോട്ടൊന്ന് ഇളക്കും. ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ടൊമാറ്റോ സോസ് ചേർക്കാം. ഞാനിപ്പോൾ നോക്കട്ടെ, എനിക്കുള്ള മധുരത്തിനുള്ള ടേസ്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ 2 സ്പൂൺ കോൺഫ്ലവർ ഉണ്ടോ അത് എടുത്തിട്ടുണ്ട്. ഇച്ചിരി കട്ട് ചെയ്ത് സ്വല്പം വെള്ളം ഒഴിക്കും. കണ്ടോ, 2 സ്പൂൺ കോൺഫ്ലവറാണ് ഒഴിച്ച് വെക്കുന്നത്. കട്ടിക്കനുസരിച്ച് ലൂസ് വേണ്ടവർക്ക് ലൂസായിട്ട് എടുക്കാം. കട്ടിക്കനുസരിച്ച് കോൺഫ്ലവർ ഒരുപാട് കൂട്ടിയാൽ കട്ടിയായി. നമ്മുടെ കട്ടിക്കനുസരിച്ചുള്ളത് ഞാൻ ഇപ്പോൾ 2 സ്പൂണാണ് എടുത്തേക്കുന്നത്. ചെറിയ സ്പൂണിൽ 2 സ്പൂൺ എടുത്തേക്കുന്നത്. കണ്ടോ. അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് 5 മിനിറ്റ് ചെറിയ രീതിയിൽ അത് കഴിയുമ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ചില്ലി ചിക്കൻ. രാത്രിയിലേക്ക് അപ്പം രാത്രിയിലേക്ക് നമ്മൾ അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റൂ വെക്കുവാണേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കനും കിഴങ്ങ്, ക്യാരറ്റ്, 2-3 പച്ചമുളക് എല്ലാം കൂടെ ഇച്ചിരി മസാലപ്പൊടിയും പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും. അപ്പോൾ നമ്മളെ ചിക്കനും കിഴങ്ങും ക്യാരറ്റും എല്ലാം നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഉപ്പ് നോക്കിച്ച്, ഉപ്പ് കുറവുണ്ട്. എന്നിട്ട് സ്വല്പം നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ അതിനകത്തോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുവേ. ചെറുതായിട്ടൊന്ന് വഴറ്റി എന്നിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2-ാം പാൽ ഒഴിക്കാം. കണ്ടോ, 2-ാം പാൽ അരിച്ച് വെച്ചത് ഒന്നുകൂടെ അരിച്ചൊഴിക്കുവേ. രണ്ടാം പാൽ ഒഴിച്ച് ഈ 2-ാം പാലിനകത്ത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് കുറുവി വരട്ടെ. കുറുവി വന്നതിന് ശേഷം നമുക്ക്
ഒന്നാം പാൽ ഒഴിക്കാം. അപ്പം ഇതിനകത്തൊന്ന് കുറി വരട്ടെ. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതാണ്, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ? ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോഴേ തീ ഓഫ് ചെയ്യണം. ഈ ചട്ടയുടെ ചൂടിൽ കിടന്ന് അത് ചൂടായിക്കോളും. ഉണ്ടോ? നല്ല ടേസ്റ്റിയായ അടിപൊളി ചിക്കൻ സ്റ്റൂടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ടേസ്റ്റ് നോക്കണ്ടേ? നമ്മുടെ ചിക്കൻ സ്റ്റൂ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദാണ്ടെ അപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ട്. ഇനി അപ്പവും ചുട്ട് ഇതുമായിട്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പം എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അമ്മയുടെ വീഡിയോ എല്ലാ മക്കളും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.